കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അച്ഛൻ മാനസമൈനെ പാട്ട് പാടുന്നത് കേട്ട് സുഭാഷ് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. സുധീഷ് ദേഷ്യത്തോടെ അച്ഛനെ വഴക്ക് പറയാനൊരുങ്ങുമ്പോൾ നിധി അവനെ തടഞ്ഞുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട, ഇപ്പൊ എന്തു പറഞ്ഞാലും അച്ഛൻ്റെ ഭാഗം ന്യായീകരിക്കാനേ നോക്കൂ, അത് സുഭാഷ് ഏട്ടനെ കൂടുതൽ വിഷമമുണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് സുധീഷും ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവിടെ സുനന്ദയുടെ വീട്ടിൽ മുറിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുനന്ദ. പുറത്ത് വിരുന്നുകാരെ സൽക്കരിക്കുന്ന തിരക്കിലാണ് ഗംഗാധരനും ലളിതയും. ലളിത ഗംഗാധരന്റെ അടുത്ത് ചെന്ന് ഗംഗേട്ടാ, പൂവിന്റെ കാര്യം ചോദിക്കാൻ മറന്നുപോയി, എന്തായി എന്ന് ചോദിക്കുമ്പോൾ അത് നീ പ്രത്യേകം പറയണോ? മോൾക്ക് ചൂടേണ്ട പൂവ് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് നാളെ രാവിലെ തന്നെ ഇവിടെ എത്തും എന്ന് ഗംഗേട്ടൻ പറയുമ്പോൾ സന്തോഷത്തോടെ ലളിതയും അത് സമ്മതിക്കുന്നുണ്ട്. പിന്നെ ലളിതയെ ഞാനൊന്ന് ഓഡിറ്റോറിയം വരെ പോയിട്ട് വരാം, അവിടെ ധനയും മാത്രമേ ഉള്ളൂ, നാട്ടുകാരെയൊക്കെ സൽക്കരിക്കാൻ അവൻ ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് ഗംഗേട്ടൻ പറയുമ്പോൾ ഞാനിപ്പോ അവിടുന്ന് വന്നല്ലേ ഉള്ളൂ ഗംഗേട്ട, ഏകദേശം നാട്ടുകാരൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് ലളിതയും പറയുന്നുണ്ട്. എന്നാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗംഗാധരൻ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. ലളിത നേരെ സുനന്ദയുടെ മുറിയിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുനന്ദയെ നോക്കി നീ എന്താ ഭക്ഷണം കഴിക്കാത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട എന്ന് സുനന്ദ പറയുമ്പോൾ അതെന്താ വേണ്ടാത്തെ എന്നാ ചോദിച്ചേ എന്ന് ലളിതയും ചോദിക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നില്ല അമ്മേ എന്ന് സുനന്ദ പറയുമ്പോൾ ഇങ്ങനെ കരഞ്ഞും വിശന്നും മുഖവും വീർപ്പിച്ചിരുന്നാലേ നാളെ നാട്ടുകാർ എന്നോടാ ചോദിക്കുക മോക്ക് എന്തോ പറ്റിയെന്ന് എന്നും പറഞ്ഞ് ലളിത പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു പ്ലേറ്റിൽ ചോറുമായി വരുന്നുണ്ട്. ദേ ഇത് കഴിക്കേ, അത്താഴ പട്ടിണി കിടന്നാലേ നാളത്തേക്ക് മുഖത്ത് ക്ഷീണം കാണും എന്ന് ലളിത പറയുമ്പോൾ സുനന്ദ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് ലളിത ദേഷ്യത്തോടെ പ്ലേറ്റ് ബെഡിലേക്ക് ഇടുന്നുണ്ട്. ദേ ഞാൻ 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും, അതിനുള്ളിൽ ഇത് കഴിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് സുനന്ദയോട് ദേഷ്യപ്പെട്ടുകൊണ്ട്. പിന്നെ ആരെങ്കിലും കയറി വന്നാലേ നല്ല ചിരിച്ച മുഖത്തോടെ ഇരിക്കണം, ചത്ത വീട്ടിലെ ചാർച്ചക്കാരെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ലളിത മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അവിടെ സുഭാഷിന്റെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നുണ്ട്. സുഭാഷ് അവരുടെ അടുത്തേക്ക് വന്ന് എനിക്കെന്തോ നല്ല തലവേദന, ഞാൻ കുറച്ച് സമയം കിടക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിൽ പോയി കഥ കടച്ച് അവിടെ കട്ടിൽ ടെൻഷനോടെ ഇരിക്കും. അവിടെ ഇരുന്ന് സുഭാഷ് സുനന്ദ അന്ന് വീട്ടിലേക്ക് കയറി വന്നതും തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് വിഷമങ്ങളൊക്കെ പറഞ്ഞതൊക്കെ സുഭാഷ് ഓർത്തെടുത്ത് പൊട്ടിക്കരയുന്നുണ്ട്. അവിടെ സുനന്ദയുടെ വീട്ടിലും സുനന്ദ ഭക്ഷണം കഴിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ലളിത അങ്ങോട്ട് കയറി വരുന്നുണ്ട്. നീ ഇതുവരെ കഴിച്ചില്ലേ, നിന്നോട് ഞാൻ ഇത് കഴിച്ചു തീർക്കണമെന്ന് പറഞ്ഞിരുന്നതല്ലേ, പുറത്ത് വിരുന്നുകാരൊക്കെ ഉണ്ട്, അവരുടെ മുന്നിൽ എന്റെ ശബ്ദം ഉയരാൻ ഇടയാക്കരുത് ഇനിയെ നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും സാരമില്ല, ഇങ്ങനെ കണ്ണുമിഴിച്ചിരിക്കാതെ ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്, കാലത്ത് 6 മണിയാവുമ്പോൾ ബ്യൂട്ടീഷ്യൻ വരും, അവരുടെ മുന്നിൽ ഈ തിരുമോന്ത കാണിക്കാനുള്ളതാ, പിന്നെ ചെറുക്കന്റെ വീട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ മോന്തയും കയറ്റി വെച്ചിരുന്നാൽ അവരെന്ത് വിചാരിക്കും എന്നവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നിന്റെ മനസ്സിലിപ്പോ എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിയുമ്പോൾ മാറാവുന്നതേ ഉള്ളൂ, ഇതൊക്കെ പുതിയ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാവും ഉപേക്ഷിച്ചു കളഞ്ഞത് നല്ലതിനായിരുന്നു എന്ന്, അന്ന് അച്ഛനും അമ്മയായിരുന്നു ശരിയെന്നും നിനക്ക് മനസ്സിലാവും, അതുകൊണ്ട് ദയവായി ഒന്ന് കിടന്നുറങ്ങ് എന്നും പറഞ്ഞുകൊണ്ട് പ്ലേറ്റും എടുത്ത് ലളിത റൂമിന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അവിടെ റൂമിൽ സുഭാഷും ഇവിടെ തന്റെ റൂമിൽ സുനന്ദയും ടെൻഷനോടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡൈനിങ് ഹാളിൽ എല്ലാവരും ടെൻഷനോടെ നിൽക്കാണ്. നികേഷ് മെല്ലെ ചെന്ന് സുഭാഷിന്റെ ഡോറ് തുറന്നു നോക്കുമ്പോൾ സുഭാഷ് അവിടെ കട്ടിലിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്നതാണ് കാണുന്നത്. നികേഷ് വാതിൽ ചാരി എല്ലാവരുടെ അടുത്തേക്ക് വന്ന് സുഭാഷ് ഏട്ടൻ ഉറങ്ങുന്നല്ല, മുഖം കണ്ടാലേ കരയുന്ന പോലെയുണ്ട് എന്ന് പറയുമ്പോൾ കരയുന്നു എന്ന് ടെൻഷനോടെ സുധീഷും ചോദിക്കുന്നുണ്ട്. സുധീഷ് പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് നോക്കാൻ ഒരുങ്ങുമ്പോൾ സുധീഷ് ഏട്ടൻ അവിടെ ഇരുന്നേ, ഇപ്പൊ അങ്ങോട്ട് ചെന്ന് എന്ത് പറയാനാ, സുഭാഷ് ഏട്ടനെ വെറുതെ ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് ഹരീഷ് അവനെ തടയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ സ്വന്തം സങ്കടം ആരോടും പറയാറില്ല, മറ്റുള്ളവരുടെ സന്തോഷ പ്രധാനം, അവളോടുള്ള ഇഷ്ടം ഒരിക്കൽ പോലും ആ പാവത്തിന് തുറന്നു പറയാൻ പറ്റാതെ പോയി. സുനന്ദയുടെ കാര്യവും അതിലും കഷ്ടമാണ്, ഒരാളോടുള്ള ഇഷ്ടം ഉള്ളിൽ വെച്ച് മറ്റൊരാളുടെ കൂടെ എങ്ങനെ ജീവിക്കും എന്ന് നീതി പറയുമ്പോൾ ഇതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടിലൊരാളെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കണ്ടേ, ഒന്നുകിൽ സുനന്ദയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഏട്ടന്റെ ഭാഗത്തുനിന്ന് എന്ന് സുധീഷും പറയുന്നുണ്ട്. ഏട്ടന്റെ ഭാഗത്തുനിന്ന് ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും കൂടി അവളുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചു, പിന്നെ ഏട്ടന്റെ സമ്മതത്തോടു കൂടിയല്ലേ നമ്മൾ അമ്പലത്തിൽ കല്യാണത്തിനായി പോയത്, അവിടെയും അവള് വരാന്ന് പറഞ്ഞ് വന്നില്ല, ഇതിൽ കൂടുതൽ ഏട്ടൻ എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ പോയി തൂക്കിയെടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അതും ശരിയാ എന്ന് സുധീഷും പറയുന്നുണ്ട്. അവരവരുടെ ജീവിതത്തിനോട് അവർക്ക് എന്തെങ്കിലും സ്നേഹം വേണ്ടേ എന്ന് സുധീഷ് പറയുമ്പോൾ അങ്ങനെ പറയല്ലേ സുധീഷെ, സുനന്ദയുടെ വീട്ടിലെ അവസ്ഥ നിങ്ങൾക്കറിയോ, എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുന്നെന്ന് ആർക്കറിയാം, വരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലോ, നിങ്ങൾ പോയി കിടന്നോ, ഞാൻ പോയി പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. നിധി അടുക്കളയിൽ ചെന്ന് പാത്രമൊക്കെ കഴുകി വേസ്റ്റ് വെള്ളം പുറത്തേക്ക് ഒഴിക്കാനായി അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ എന്തോന്ന് കേൾക്കണ്ട്, ആരാത് എന്ന് നിധി ചോദിക്കുമ്പോൾ തിരിച്ചൊന്നും പറയാത്തത് കണ്ട് എന്താ ഉത്തരവില്ലേ, ആരാത് എന്ന് നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുനന്ദ മുകളിലേക്ക് വരുന്നത് അവൾ കാണുന്നുണ്ട്. സുനന്ദയോ, എന്താ സുനന്ദ ഈ നേരത്ത് എന്നവൾ ചോദിക്കുമ്പോൾ സുനന്ദ ടെൻഷനോടെ അവളെ നോക്കാണ്.
ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് സുനന്ദ ചോദിക്കുമ്പോഴേക്കും അകത്തുനിന്ന് സുധീഷും സുനന്ദ എന്നല്ലേ നിധി ഇപ്പോൾ പറഞ്ഞത് എന്ന് ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും സുനന്ദയും കൂട്ടി അപ്പോഴേക്കും നിധിയും സുനന്ദയെ അകത്തേക്ക് കയറ്റി അടുക്കള വാതിൽ അടക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഡൈനിങ് ഹാളിലെത്തുമ്പോഴേക്കും എല്ലാവരും അമ്പരപ്പോടെ സുനന്ദയെ നോക്കി നിൽക്കാണ്. ഇനി അവിടെ നിന്ന് ഞാൻ ശ്വാസം മുട്ടി മരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ എന്ന് സുനന്ദ പറഞ്ഞ് കരയുന്നത് കേട്ട് ഭാസ്കരനും ഇത് അവളുടെ ശബ്ദമല്ലേ എന്ന് പറഞ്ഞ് അകത്തേക്ക് വരുന്നുണ്ട്. എടി എന്തിനാടി നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എന്ന് ഭാസ്കരൻ അവളോട് ദേഷ്യപ്പെടുമ്പോൾ റൂമിൽ കിടക്കുന്ന സുഭാഷും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നെ ഇവിടുന്ന് ഇറക്കി വിടല്ലേ ഭാസ്കർ മാമ, പ്ലീസ്. ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ ആർക്കും പരസ്പരം ഇഷ്ടമല്ല എന്നും എനിക്കറിയാം. എന്നാലും സുഭാഷ് ഏട്ടനെ മറക്കാൻ എന്നോട് പറയല്ലേ. സുഭാഷ് ഏട്ടൻ്റെ കൂടെ അല്ലാതെ മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നത് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. എന്നെ പറഞ്ഞു വിടല്ലേ ഭാസ്കർ മാമ എന്ന് പറഞ്ഞ് അവൾ കൈകൂപ്പുന്നുണ്ട്. അവരുടെ സംസാരം ശ്രദ്ധിക്കുന്ന സുഭാഷും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ സുനന്ദയെ കണ്ട് സുഭാഷ് എന്താ സുനന്ദേ, എന്തിനാ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നേ എന്നവളോട് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനെ അല്ലാതെ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. വീട്ടിൽ ഞാൻ ഒരുപാട് പോരാടി നോക്കി, എൻ്റെ ഇഷ്ടം ആർക്കും മനസ്സിലാവുന്നില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്നവൾ പറയുമ്പോൾ അതുകൊണ്ട് കല്യാണത്തലേന്ന് ഏട്ടനെ വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതിയോ നീ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ഹരീഷും എടി നീ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കും, നിന്റെ പിന്നാലെ നിന്റെ അച്ഛനും അമ്മയും വരും, കല്യാണത്തലേന്ന് നിന്നെ തട്ടിക്കൊണ്ടുവന്നു എന്നും പറഞ്ഞ് നിന്റെ അച്ഛനും അമ്മയും പ്രശ്നം ഉണ്ടാക്കും. എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ, പോ നീ ഒന്ന് തിരിച്ചു പോവാൻ നോക്ക് എന്ന് ഹരീഷ് പറയുമ്പോൾ സുനന്ദയും അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. എടി നിന്റെ പൂങ്കണ്ണീരൊന്നും ഇവിടെ ആർക്കും കാണണ്ട, നിന്റെ അമ്മ ഇപ്പോൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വരും, പിന്നാലെ ആ വേതാളങ്ങളും. അതുകൊണ്ട് കൊച്ചേ നിന്റെ ഈ നാടകമൊക്കെ നിർത്തിയിട്ട് നീ ഒന്ന് വീട്ടിൽ പോകാൻ നോക്കിയേ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ അച്ഛാ ഞാൻ സംസാരിക്കാം എന്ന് നിധിയും പറയുന്നുണ്ട്. നിധി സുനന്ദയുടെ അടുത്തേക്ക് വന്ന് സുനന്ദയെ കഴിഞ്ഞ തവണ നീ വന്നത് തന്നെ വലിയ പ്രശ്നമായി, നാളെ പുലർന്നാളെ നീ മണ്ഡപത്തിൽ ഇരിക്കേണ്ടവളാ, നീ ചെയ്തത് ശരിയല്ല. വീട്ടിലറിഞ്ഞ ഇതിനെ ചൊല്ലി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നറിയോ, ഇവര് പിന്നെയും ഇതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറന്നോ, അതുകൊണ്ട് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവാൻ നോക്ക്, എന്നിട്ട് ധൈര്യമായിട്ടിരിക്കെ എന്ന് നിധി പറയുമ്പോൾ സുനന്ദയും കരച്ചിലോടെ തിരിച്ചു പോകാനല്ല നിധി ഞാൻ വന്നത്, ഈ വീട്ടിൽ സുഭാഷേന്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ വന്നത്, ഞാനിനി ഇവിടെയാ കഴിയാൻ പോകുന്നേ, ആ തീരുമാനത്തിൽ ഇനിയൊരു മാറ്റമില്ല എന്നും പറഞ്ഞ് സുഭാഷിനോടായി സുഭാഷ് ഏട്ടാ എന്നെ നിങ്ങളാരും പറഞ്ഞയക്കല്ലേ, ഇനി ഞാൻ സുഭാഷ് ഏട്ടന്റെ കൂടെ ഈ വീട്ടിലാ ജീവിക്കാൻ പോകുന്നേ എന്നും പറഞ്ഞ് അവന്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് ഞാൻ ഇവിടെ നിന്നോളാം സുഭാഷ് ഏട്ടാ, എന്നെ നിങ്ങളാരും പറഞ്ഞയക്കല്ലേ എന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. ഞാൻ അവർ പറഞ്ഞ ആളെ കല്യാണം കഴിക്കില്ല, എനിക്ക് ആ കല്യാണം വേണ്ട എന്നും പറഞ്ഞ് അവൾ പൊട്ടിക്കരയുമ്പോൾ നികേഷും അങ്ങോട്ട് വന്ന് ചേച്ചി ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്ക്, ഇങ്ങനെ അവിടെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അന്ന് ചേച്ചിയുടെ വാക്കും വിശ്വസിച്ചാ ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് വന്നേ, എന്നിട്ട് ചേച്ചി വന്നോ എന്നവൻ ചോദിക്കുമ്പോൾ അന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതാ, അപ്പോഴാ അമ്മ കണ്ടത്, അമ്മ എന്നെ പൂട്ടിയിട്ടു കുറേ തല്ലി, അവസാനം അമ്മ മരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാ ഞാനാകെ തകർന്നു പോയത്. ഇത്രയും കാലം ഞാൻ എൻ്റെ വീട്ടുകാർ പറഞ്ഞത് കേട്ട് നിന്നു അവരുടെ സന്തോഷത്തിനു വേണ്ടി, പക്ഷേ എൻ്റെ ജീവിതത്തിലും ഇത്തിരിയെങ്കിലും സന്തോഷം വേണ്ടേ, ഇനി അവർ പറയുന്നത് കേട്ടാ എൻ്റെ ജീവിതം പാഴായി പോവും, എന്നെ കൊണ്ട് പറ്റില്ല, ഇനിയും മറ്റൊരാളെ സ്നേഹിക്കാൻ എന്നെ കൊണ്ടാവില്ല, എന്നെ പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞ സുനന്ദ വീണ്ടും കരയാണ്. നിധിയും സുനന്ദയോടായി സുനന്ദയെ നീ വൈകിപ്പോയി, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്ക്, നേരം വെളുത്താ നിന്റെ കല്യാണമാ, ഇതിനിടയിൽ ഇങ്ങനെയൊക്കെ നീ ഇവിടെ വന്ന് പറയാൻ പാടുണ്ടോ, നിന്റെ വീട്ടുകാരറിഞ്ഞ എന്തൊക്കെ സംഭവിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നീ കുറച്ചുകൂടി മുന്നേ എടുക്കേണ്ട തീരുമാനങ്ങളായിരുന്നു, ഇനിയിപ്പോ ഇതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നിധി പറയുമ്പോൾ എന്തുകൊണ്ടാ പറ്റാതെ, ഞാൻ എൻ്റെ വീടും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ലേ, സുഭാഷ് ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചാൽ മതി, അപ്പോൾ എനിക്കിവിടെ താമസിക്കാലോ, എന്നെ ഒപ്പം കൂട്ടിക്കൂടെ, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് അവൾ വീണ്ടും കരയുന്നുണ്ട്. മോനെ ഇവളുടെ വാക്കും വിശ്വസിച്ച് വെറുതെ എടുത്ത് ചാടല്ലേ, ആ പൂതനെയും ബകാസുരനും വന്ന് വിളിച്ചാലേ ഇവൾ പട്ടിവാലാട്ടി പോകും പോലെ പുറകെ പോവും എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. ഇല്ല ഭാസ്കരൻ മാമ, എന്നെ ഒന്ന് വിശ്വസിക്കേ, എനിക്ക് എങ്ങോട്ട് പോകണ്ട, അവരാരും അറിയാതെയാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്, നാളെ രാവിലെ ഞാൻ അവിടെ ഇല്ലാന്നറിയൂ, അവരാരും എന്നെ അന്വേഷിച്ചു വരില്ല, എനിക്കിനി അങ്ങോട്ട് പോവുകയും വേണ്ട, സുഭാഷ് ഏട്ടാ എന്നെ കൈവിടലേ എന്ന് പറഞ്ഞ് സുഭാഷിന്റെ കാലിലേക്ക് വീണ് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. ടെൻഷനോടെ അവളുടെ കൈകളിലേക്ക് പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന സുഭാഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും